ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നാടൻ ചോറും അതുപോലെ തന്നെ കറികളുടെയും റെസിപ്പീസ് കണ്ടാലോ. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മുരിങ്ങയിലക്കറി ഉണ്ടാക്കാം. ആദ്യം അരക്കപ്പ് പരിപ്പ് വെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂർ നേരം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പരിപ്പ് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ പരിപ്പൊക്കെ നല്ല പോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും ഒരു 2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മുരിങ്ങയില നേരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു 2 കപ്പോളം ഉണ്ടാവും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് നല്ല പോലെ തന്നെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുരിങ്ങയില ഇട്ട് കൊടുക്കാം. മുരിങ്ങയില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അധിക നേരം വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 2-3 മിനിറ്റ് നേരം വേവിക്കുമ്പോഴേക്കും മുരിങ്ങയില വെന്ത് കിട്ടും. അങ്ങനെ മുരിങ്ങയിലൊക്കെ നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചെറുള്ളി ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ചെറുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉള്ളിയൊന്ന് മൂത്ത് വന്ന് തുടങ്ങിയാൽ 2 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെറിയുള്ളിയും ഉണക്കമുളകൊക്കെ നല്ലപോലെ മൂത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ച മുരിങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു കറി നമുക്ക് തേങ്ങ അരച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും തേങ്ങ അരക്കാതെയാണ് ഈ കറി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഈ കറി ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ്. ഇനി നമുക്ക് പാൽക്കൊഞ്ച് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് 2 കപ്പോളം ചെമ്മീൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുരുമുളക് ചതച്ചതുണ്ടെങ്കിൽ അതും കൂടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഇതൊരു അരമണിക്കൂർ നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അങ്ങനെ അത് അവിടെ ഇരിക്കട്ടെ. നമുക്കൊരു ബൗളിലേക്ക് ഒരു 1/2 കപ്പോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാപ്പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ആ തേങ്ങാപ്പാലിൽ ചെമ്മീനൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ഒന്ന് വെറ്റി തുടങ്ങിയാൽ അടുത്ത ട്രിപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് തേങ്ങാപ്പാലിൽ ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ടൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് ചതച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കൊഞ്ച് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് കോവയ്ക്ക ഫ്രൈ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 10-12ഓളം കോവയ്ക്ക ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 4 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കോവയ്ക്ക ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് കോവയ്ക്ക നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഈസി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോവക്ക ഫ്രൈയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ.
അടുത്തതായിട്ട് ബീട്രൂട്ട് ഉപ്പേരി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് 2 ബീട്രൂട്ട് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു സവാളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തതും ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അവിടെ അധികം എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് പച്ചമുളകിൻ്റെ ഒക്കെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് വന്ന് തുടങ്ങിയാൽ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ബീട്രൂട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുതേ. അങ്ങനെ ബീട്രൂട്ടൊക്കെ നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് മൂടി തുറന്നതിന് ശേഷം ഇതിലേക്ക് ഒരു പിടി തേങ്ങ ചിരകിയതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് തേങ്ങയും ബീട്രൂട്ടൊക്കെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അധികം നേരം ഇനി വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ലാസ്റ്റായിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് എൻ്റെ ഒരു ദിവസത്തെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.